ചില കഥകൾ നമ്മൾ എത്ര തവണ കേട്ടാലും കണ്ടാലും മടുക്കില്ല. അതിലൊന്നാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സ്പൈഡർമാൻ. ഇന്ന് നമ്മൾ സ്പൈഡർമാൻ സിനിമകൾ തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കുമ്പോൾ സൂപ്പർ ഹീറോ സിനിമകളുടെ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ച 2002 സാം റെയ്മി സംവിധാനം ചെയ്ത ആ ഐക്കണിക് സ്പൈഡർമാൻ സിനിമയെയും പീറ്റർ പാർക്കർ എന്ന കഥാപാത്രത്തെയും തിരികെ ഒന്ന് ഓർത്തെടുക്കുകയാണ്. ഒരു സാധാരണ സ്കൂൾ കുട്ടിയായ പീറ്റർ പാർക്കറിന് എങ്ങനെയാണ് വിസ്മയിപ്പിക്കുന്ന ശക്തികൾ ലഭിക്കുന്നത്? അവൻ്റെ ജീവിതം മാറ്റിമറിച്ച ആ വലിയ ദുരന്തം എന്തായിരുന്നു? ഗ്രീൻ ഗോബ്ലിനുമായുള്ള അവൻ്റെ പോരാട്ടം, ഇതെല്ലാം വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. അപ്പോൾ വൈകാതെ തന്നെ പീറ്ററിൻ്റെ ലോകത്തേക്ക് കടക്കാം. ന്യൂയോർക്കിലെ ക്വീൻസിൽ വസിക്കുന്ന പീറ്റർ പാർക്കർ തികച്ചും ഒരു സാധാരണക്കാരനാണ്. അനാഥനായ പീറ്ററിനെ വളർത്തുന്നത് അവൻ്റെ വലിയച്ഛനായ ബെൻ പാർക്കറും അങ്കിൾ ബെൻ, അമ്മായി മേരി പാർക്കറുമാണ്. പഠനത്തിൽ വളരെയധികം മിടുക്കനായ പീറ്റർ പക്ഷേ സ്കൂളിലെ മറ്റു കുട്ടികളുടെ കണ്ണിൽ ഒരു നെർഡ് അല്ലെങ്കിൽ ബുള്ളിയിങ്ങിന് ഇരയാകുന്ന ഒരു പാവം പയ്യനാണ്. അവൻ്റെ അയൽക്കാരിയായ മേരി ജെയിൻ വാട്സനോട് പീറ്ററിന് വലിയ ഒരു ഇഷ്ടമുണ്ട്. എന്നാൽ അത് തുറന്നു പറയാൻ അവന് പേടിയാണ്. പ്രമുഖ വ്യവസായിയായ നോർമൻ ഓസ്ബോണിൻ്റെ മകൻ ഹാരി ഓസ്ബോൺ മാത്രമാണ് പീറ്ററിൻ്റെ ഒരേയൊരു സുഹൃത്ത്. ഒരു ദിവസം പീറ്ററിൻ്റെ ക്ലാസ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു സയൻസ് ലാബ് സന്ദർശിക്കാൻ പോകുന്നു. അവിടെ വെച്ച് ജനിതകമാറ്റം വരുത്തിയ 15 അപൂർവ ചിലന്തികളെ, ജനറ്റിക്കലി എഞ്ചിനീയർഡ് സൂപ്പർ സ്പൈഡേഴ്സ്, അവൻ പരിചയപ്പെടുന്നു. എന്നാൽ അതിലൊന്ന് ആരും കാണാതെ കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ മേരി ജെയിൻ്റെ ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തുന്നതിനിടെ ആ സൂപ്പർ ചിലന്തി പീറ്ററിൻ്റെ കയ്യിൽ കടിക്കുന്നു. വീട്ടിലെത്തുന്ന പീറ്ററിന് കടുത്ത പനിയും അസ്വസ്ഥതകളും അനുഭവപ്പെടുന്നു. എന്നാൽ പിറ്റേന്ന് രാവിലെ ഉണരുമ്പോൾ അവൻ കാണുന്നത് അത്ഭുതകരമായ മാറ്റങ്ങളാണ്. പീറ്ററിൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുന്നു. അവനിപ്പോൾ കണ്ണടയില്ലാതെ കാണാം. അവൻ്റെ മെലിഞ്ഞ ശരീരത്തിൽ 6 പാക്ക് മസിലുകൾ പ്രത്യക്ഷപ്പെടുന്നു. സ്കൂളിൽ വെച്ച് തൻ്റെ കൈകളിൽ നിന്ന് പുറത്തു വരുന്ന വാലൻ പോലുള്ള വലകളും ബയോളജിക്കൽ വെബ് ഷൂട്ടേഴ്സ്, ചുമരുകളിൽ പല്ലിയെ പോലെ കയറാനുള്ള ശേഷിയും അപകടങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള സ്പൈഡർ സെൻസും അവൻ തിരിച്ചറിയുന്നു. കാല് തന്നെ വീഴാൻ പോകുന്ന മേരി ജെയിനെ പീറ്റർ രക്ഷിക്കുന്നു. തന്നെ ബുള്ളി ചെയ്യാൻ വരുന്ന ആളുകളെ പീറ്റർ നിലം പരിശാക്കുന്നു. അവൻ വലിയ ബിൽഡിങ്ങുകളുടെ മുകളിൽ കയറി ഓടാനും സ്പൈഡർ വെബ് ഉപയോഗിച്ച് അവിടെ നിന്നും തൂങ്ങിയിറങ്ങാനും തുടങ്ങി. തൻ്റെ പുതിയ ശക്തികൾ കണ്ട് അത്ഭുതപ്പെട്ട പീറ്ററിൻ്റെ മനസ്സിൽ ഒരേയൊരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ: ഒരു കാർ വാങ്ങി മേരി ജെയിനെ ഇംപ്രസ് ചെയ്യുക. അതിനായി അവൻ ഒരു അണ്ടർഗ്രൗണ്ട് റെസ്ലിംഗ് മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നു. ഒരു പാവത്താനായി റെസ്ലിംഗ് റിങ്ങിലിറങ്ങിയ പീറ്റർ പാർക്കറെ എളുപ്പത്തിൽ തോൽപ്പിക്കാനായി വന്ന എതിരാളിയെ തൻ്റെ കഴിവുകൾ അതിവിദഗ്ധമായി പുറത്തെടുത്തുകൊണ്ട് പീറ്റർ തോൽപ്പിക്കുന്നു. എന്നാൽ സംഘാടകർ അവന് വാഗ്ദാനം ചെയ്ത $3000 പകരം കേവലം $100 മാത്രമാണ് നൽകുന്നത്. ദേഷ്യം വന്ന പീറ്റർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു കള്ളൻ ആ സംഘാടകൻ്റെ പണം മോഷ്ടിച്ചോടുന്നു. സംഘാടകൻ സഹായം ചോദിച്ചെങ്കിലും ദേഷ്യം മൂലം പീറ്റർ ആ കള്ളനെ തടയാതെ വെറുതെ വിടുന്നു. എന്നാൽ ആ ഒരു നിമിഷത്തെ അഹങ്കാരം പീറ്ററിൻ്റെ ജീവിതം തകർത്തു കളഞ്ഞു. റെസ്ലിംഗ് റിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്കിൾ ബെൻ പീറ്ററിനോട് പറഞ്ഞ ചരിത്രപ്രസിദ്ധമായ ആ വാചകമുണ്ട്: വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. വലിയ ശക്തി ലഭിക്കുമ്പോൾ അതിനോടൊപ്പം വലിയ ഉത്തരവാദിത്വവും വരുന്നു. പക്ഷേ അന്ന് പീറ്റർ അത് കാര്യമാക്കിയില്ല. റെസ്ലിംഗ് കഴിഞ്ഞ് പുറത്തെത്തിയ പീറ്റർ കാണുന്നത് തൻ്റെ അങ്കിൾ ബെൻ വെടിയേറ്റ് കിടക്കുന്നതാണ്. ദേഷ്യവും വിഷമവും കൊണ്ട് ആ ഘാതകനെ പിന്തുടരുന്ന പീറ്റർ അവനെ ഒരു കെട്ടിടത്തിൽ വെച്ച് പിടികൂടുന്നു. എന്നാൽ വെളിച്ചത്തിൽ അവൻ്റെ മുഖം കണ്ട പീറ്റർ ഞെട്ടിപ്പോയി. അത് മറ്റാരുമായിരുന്നില്ല, തിയേറ്ററിൽ വെച്ച് താൻ രക്ഷപ്പെടാൻ അനുവദിച്ച അതേ കള്ളനായിരുന്നു അത്. തൻ്റെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് അച്ഛന് തുല്യനായ അങ്കിൾ ബെന്നിനെ നഷ്ടപ്പെട്ടു എന്ന കുറ്റബോധം പീറ്ററിനെ ഉലച്ചു കളഞ്ഞു. അന്ന് അവൻ ഉറപ്പിച്ചു, തൻ്റെ ശക്തി ഇനി സ്വന്തം സ്വാർത്ഥതയ്ക്കല്ല, മറിച്ച് മറ്റുള്ളവരെ സംരക്ഷിക്കാനാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ അവൻ സ്പൈഡർമാൻ എന്ന സൂപ്പർ ഹീറോയായി മാറുന്നു.
ഇതേസമയം കഥയിൽ മറ്റൊരു വില്ലൻ പിറവിയെടുക്കുകയായിരുന്നു. ഹാരിയുടെ പിതാവും ഓസ്കോർ കമ്പനിയുടെ ഉടമയുമായ നോർമൻ ഓസ്ബോൺ. തന്റെ സൈനിക പ്രൊജക്ട് തടസ്സപ്പെടാതിരിക്കാൻ നോർമൻ സ്വന്തം ശരീരത്തിൽ അപകടകരമായ ഒരു പെർഫോമൻസ് എൻഹാൻസിംഗ് ഗ്യാസ് അഥവാ ഹ്യൂമൻ പെർഫോമൻസ് എൻഹാൻസർ പരീക്ഷിക്കുന്നു. ഇത് അദ്ദേഹത്തിന് അപാരമായ ശക്തി നൽകിയെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്തുകയും ഒരു വില്ലൻ വ്യക്തിത്വം സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി അദ്ദേഹത്തിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ ഗ്രീൻ ഗോബ്ലിൻ ആയി മാറുന്നു. പീറ്റർ ഇതിനിടയിൽ കോളേജ് പഠനത്തോടൊപ്പം ഡെയിലി ബഗിൾ എന്ന പത്രത്തിൽ സ്പൈഡർമാന്റെ ചിത്രങ്ങൾ പകർത്തി നൽകുന്ന ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായി ജോലിയിൽ പ്രവേശിക്കുന്നു. തന്റെ മകനായ ഹാരി മേരി ജെയിനുമായി പ്രണയത്തിലാണെന്ന് നോർമൻ ഓസ്ബോൺ അറിയുന്നു. ടൈംസ് സ്ക്വയറിൽ നടക്കുന്ന ഓസ്കോർ ഫെസ്റ്റിവലിനിടെ ഗ്രീൻ ഗോബ്ലിൻ അതിദാരുണമായ ആക്രമണം നടത്തുന്നു. കമ്പനിയുടെ ബോർഡംഗങ്ങളെ കൊല്ലാൻ വരുന്ന ഗോബ്ലിന്റെ മുന്നിലേക്ക് സ്പൈഡർമാൻ എത്തുന്നു. ഇരുവരും തമ്മിലുള്ള ആദ്യത്തെ പോരാട്ടം അവിടെ നടക്കുന്നു. ബിൽഡിംഗ് തകർന്ന് താഴോട്ട് വീഴാൻ പോകുന്ന മേരി ജെയിനെ സ്പൈഡർമാൻ രക്ഷപ്പെടുത്തുന്നു. തന്നെ രക്ഷപ്പെടുത്തിയ സ്പൈഡർമാൻ ആരാണെന്നറിയാൻ മേരി ജെയിൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പീറ്റർ അവൾക്ക് പിടികൊടുക്കാതെ ഓടിമറയുന്നു. ഗ്രീൻ ഗോബ്ലിൻ സ്പൈഡർമാന്റെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പത്രം ഓഫീസ് ആക്രമിക്കുന്നു. ആ ചിത്രങ്ങൾ എടുക്കുന്ന ആളെ കണ്ടെത്തിയാൽ സ്പൈഡർമാനിലേക്ക് എത്താൻ കഴിയും എന്ന് ഗ്രീൻ ഗോബ്ലിന് അറിയാമായിരുന്നു. അതേസമയം സ്പൈഡർമാൻ അവിടെ വന്ന് അതിനെ ചെറുക്കുന്നു. സ്പൈഡർമാനെ തന്റെ കൂടെ കൂട്ടാൻ ഗ്രീൻ ഗോബ്ലിൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പീറ്റർ അത് നിരസിക്കുന്നു. പീറ്റർ മേരി ജെയിനെ അക്രമികളിൽ നിന്ന് രക്ഷിക്കുന്നു. ഒരിക്കൽ ഗ്രീൻ ഗോബ്ലിന്റെ ആക്രമണത്തിൽ നിന്ന് കുട്ടികളടക്കം ഒരുപാട് പേരെ രക്ഷിക്കുന്നതിനിടയിൽ ഗ്രീൻ ഗോബ്ലിൻ സ്പൈഡർമാനെ ആക്രമിക്കുകയും അവന്റെ കയ്യിൽ മുറിവ് പറ്റുകയും ചെയ്യുന്നു. താങ്ക്സ് ഗിവിൻ അത്താഴവിരുന്നിനിടെ പീറ്ററിന്റെ കയ്യിലെ മുറിവ് കാണുന്ന നോർമൻ ഓസ്ബോൺ സ്പൈഡർമാൻ വേറെ ആരുമല്ല തന്റെ മകന്റെ കൂട്ടുകാരനായ പീറ്റർ പാർക്കറാണെന്ന് തിരിച്ചറിയുന്നു. പീറ്ററിന്റെ വീക്ക്നെസ് അവന്റെ പ്രിയപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കിയ ഗോബ്ലിൻ ആദ്യം പീറ്ററിന്റെ അമ്മായിയായ ആൻഡ് മേയെ ആക്രമിക്കുന്നു. തുടർന്ന് മേരി ജെയിനെ തട്ടിയെടുത്ത് ക്വീൻസ്ബറോ ബ്രിഡ്ജിന് മുകളിലെത്തിക്കുന്നു. ഒരു കൈയിൽ മേരി ജെയിനെയും മറുകൈയിൽ ഒരു കേബിൾ കാറിലെ കുഞ്ഞുങ്ങളെയും തൂക്കി നിർത്തിക്കൊണ്ട് ഗോബ്ലിൻ സ്പൈഡർമാന് ഒരു ക്രൂരമായ ചോയ്സ് നൽകുന്നു. ഇതിൽ ആരെ രക്ഷിക്കും? എന്നാൽ അതിമാനുഷികമായ പരിശ്രമത്തിലൂടെ സ്പൈഡർമാൻ മേരി ജെയിനെയും കുട്ടികളെയും ഒരുപോലെ രക്ഷിക്കുന്നു. തുടർന്ന് ഉപേക്ഷിക്കപ്പെട്ട ഒരു കെട്ടിടത്തിൽ വെച്ച് സ്പൈഡർമാനും ഗ്രീൻ ഗോബ്ലിനും തമ്മിൽ രക്തരൂക്ഷിതമായ പോരാട്ടം നടക്കുന്നു. തുടക്കത്തിൽ ഗോബ്ലിന് മേൽക്കോയ്മ ലഭിച്ചെങ്കിലും തന്റെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പീറ്റർ തിരിച്ചടിക്കുന്നു. തോൽവി ഉറപ്പായ ഗോബ്ലിൻ തന്റെ ഗ്ലൈഡർ ഉപയോഗിച്ച് പീറ്ററിനെ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ സ്പൈഡർ സെൻസ് വഴി അത് മനസ്സിലാക്കുന്ന പീറ്റർ വശത്തേക്ക് മാറുകയും ഗ്ലൈഡർ തറച്ച് നോർമൻ ഓസ്ബോൺ തന്നെ മരണപ്പെടുകയും ചെയ്യുന്നു. മരിക്കുന്നതിന് മുൻപ് നോർമൻ പീറ്ററിനോട് പറയുന്നു, ഹാരിയോട് ഇത് പറയരുത്. തന്റെ പിതാവിന്റെ മൃതദേഹവുമായി എത്തുന്ന സ്പൈഡർമാനെ കാണുന്ന ഹാരി തന്റെ അച്ഛനെ കൊന്നത് സ്പൈഡർമാനാണെന്ന് തെറ്റിദ്ധരിച്ച് അവനോട് പ്രതികാരം ചെയ്യാൻ ഉറയ്ക്കുന്നു. സിനിമയുടെ അവസാന രംഗത്തിൽ പീറ്ററിനോട് തന്റെ പ്രണയം മേരി ജെയിൻ തുറന്നു പറയുന്നുണ്ട്. എന്നാൽ ഒരു സൂപ്പർ ഹീറോ എന്ന നിലയിൽ തന്റെ കൂടെയുള്ളവർക്ക് എപ്പോഴും അപകട സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്ന പീറ്റർ തന്റെ ഹൃദയം തകർത്തുകൊണ്ട് ആ പ്രണയം നിരസിക്കുന്നു. വെറുമൊരു സുഹൃത്തായി തുടരാൻ തീരുമാനിക്കുന്നു. അങ്കിൾ ബെന്നിന്റെ കല്ലറയ്ക്ക് മുന്നിൽ നിന്ന് അവൻ മനസ്സിൽ ഉറപ്പിക്കുന്നു, ഇതാണ് എൻ്റെ വിധി, ഇത് എൻ്റെ ശാപവും അനുഗ്രഹവുമാണ്. ഞാൻ ആരാണെന്ന് അറിയണമെന്നുണ്ടോ? ഐ ആം സ്പൈഡർമാൻ. അങ്ങനെ സ്പൈഡർമാൻ തൻ്റെ യാത്ര തുടരുകയാണ്. എന്തുകൊണ്ടാണ് ഈ സിനിമ എന്നും ഒരു മാസ്റ്റർ പീസായിരിക്കുന്നത്? ടോബി മഗ്വയർ അവതരിപ്പിച്ച പീറ്റർ പാർക്കർക്ക് ഒരു സാധാരണക്കാരൻ്റെ അപകർഷതാബോധവും വേദനകളും ഉണ്ടായിരുന്നു. സിനിമയിലെ വില്ലനായ ഗ്രീൻ ഗോബ്ലിൻ വിൻസെന്റ് ഡാഫോയുടെ ഗംഭീര പ്രകടനം. വെറുമൊരു കോമിക് വില്ലൻ ആയിരുന്നില്ല അദ്ദേഹം, മറിച്ച് പീറ്ററിന്റെ ധാർമ്മികതയെ പരീക്ഷിച്ച കഥാപാത്രമായിരുന്നു. ഇന്ന് നമ്മൾ തിയേറ്ററിൽ പുതിയ സ്പൈഡർമാൻ സിനിമകൾ കണ്ട് ആവേശഭരിതരാകുമ്പോൾ 2002 റിലീസ് ചെയ്ത ഈ സിനിമയാണ് ഇന്ന് കാണുന്ന സിനിമാറ്റിക് യൂണിവേഴ്സുകൾക്ക് അടിത്തറയിട്ടത് എന്ന് ഓർക്കണം. ചില ബിഹൈൻഡ് ദ സീൻസ് ഫാക്ട്സ്. മറക്കാനാവാത്ത കഫ്റ്റീരിയ സീൻ. മേരി ജെയിൻ കഫ്റ്റീരിയയിൽ തെന്നി വീഴുമ്പോൾ പീറ്റർ ഒരു കൈകൊണ്ട് അവരെ പിടിക്കുകയും മറു കൈകൊണ്ട് ഭക്ഷണ ട്രേയും വിഭവങ്ങളും വായുവിൽ വെച്ച് പിടിക്കുകയും ചെയ്യുന്ന ഒരു സീൻ ഓർമ്മയില്ലേ? അത് യാതൊരുവിധ CGI അല്ലെങ്കിൽ VFX ഇല്ലാതെ ടോബി മഗ്വയർ സ്വയം ചെയ്തതാണ്. ആ ഒറ്റ പെർഫെക്റ്റ് ഷോട്ടിനായി അദ്ദേഹത്തിന് 156 ടേക്കുകൾ എടുക്കേണ്ടി വന്നു. ട്രേയിൽ പശ വെച്ചാണ് ആ രംഗം ചിത്രീകരിച്ചത്. അടുത്തതായി ദ അപ്സൈഡ് ഡൗൺ റെയിൻ കിസ്. സ്പൈഡർമാനും മേരി ജെയിനും തമ്മിലുള്ള ആ പ്രശസ്തമായ റെയിൻ കിസ് രംഗം ചിത്രീകരിക്കുമ്പോൾ ടോബി മഗ്വയർ തലകീഴായി കിടക്കുകയായിരുന്നു. മഴവെള്ളം മുഴുവൻ അദ്ദേഹത്തിൻ്റെ മൂക്കിലേക്ക് ഇറങ്ങി ശ്വാസം മുട്ടുന്ന അവസ്ഥയിലായിരുന്നു ആ മനോഹരമായ രംഗം ഷൂട്ട് ചെയ്തത്.
സിനിമയിൽ പീറ്ററിനെ കടിക്കുന്ന ചിലന്തി ഏതെങ്കിലും സാധാരണ ചിലന്തിയായിരുന്നില്ല. അത് 15 അപൂർവ ചിലന്തികളുടെ DNA കൂട്ടിയിണക്കി ഉണ്ടാക്കിയ ഒരു സൂപ്പർ സ്പൈഡറായിരുന്നു. ഇതിൽ ജമ്പിംഗ് സ്പൈഡറിന്റെ ചാടാനുള്ള ശേഷിയും ക്രാബ് സ്പൈഡറിന്റെ ഇരയെ പിടിക്കാനുള്ള ശേഷിയും അടങ്ങിയിരുന്നു. ഇതാണ് പീറ്ററിന് സാധാരണ മനുഷ്യർക്കില്ലാത്ത അസാധാരണ കായികശേഷി ലഭിക്കാൻ കാരണമായി സിനിമയിൽ വിശദീകരിക്കുന്നത്. സ്പൈഡർമാൻ 2002 സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലെ നായകനും വില്ലനും ഒരേ സാഹചര്യത്തിലൂടെ കടന്നുപോകുന്നവരാണ്. പീറ്റർ പാർക്കർ ശക്തി ലഭിച്ചപ്പോൾ ആദ്യം സ്വാർത്ഥനായി. എന്നാൽ അങ്കിൾ ബെന്നിന്റെ മരണം അവനെ മാറ്റി ചിന്തിപ്പിച്ചു. അവൻ ആ ശക്തി മറ്റുള്ളവർക്കായി ഉപയോഗിച്ചു. നോർമൻ ഓസ്ബോൺ പെർഫോമൻസ് ഗ്യാസ് വഴി ശക്തി ലഭിച്ചപ്പോൾ സ്വന്തം അഹങ്കാരത്തിനും സ്വാർത്ഥതയ്ക്കും അധികാരത്തിനും വേണ്ടി ആ ശക്തി ഉപയോഗിച്ചു. അതായത് ശക്തി ഒരാളെ എങ്ങനെയെല്ലാം മാറ്റാം എന്നതിൻ്റെ 2 വ്യത്യസ്ത വശങ്ങളായിരുന്നു പീറ്ററും നോർമൻ ഓസ്ബോണും.